ഈശോയോടുള്ള നമ്മുടെ സ്നേഹവും ഭക്തിയും ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ ഒത്തിരി പ്രാർത്ഥന ചെല്ലാറുണ്ട്, വചനം വായിക്കാറുണ്ട്, ഒരുപാട് വിശുദ്ധിയിൽ ജീവിക്കാനൊക്കെ നമ്മൾ പരിശ്രമിക്കാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് യാക്കോബ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും പ്രീതികരമായ ഭക്തി ഇതാണെന്ന് പറഞ്ഞു തരുന്ന ഒരു വചനഭാഗമുണ്ട്. ചുമ്മാ ഒരു വചനമായിട്ട് നിങ്ങൾക്ക് വായിച്ചാൽ മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യാക്കോബ് 1:27 ദൈവത്തിന് മുമ്പിൽ ഏറ്റവും പ്രീതികരമായ കർത്താവിന് സ്വീകാര്യമായ ഭക്തി ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും കണ്ണുനീരൊപ്പുക. രണ്ടാമത്തെ കാര്യം, ലോകത്തിന്റെ കളങ്കമേശാതെ നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുക. രണ്ട് കാര്യങ്ങളാണ്: പാവപ്പെട്ടവരുടെ, സങ്കടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പുക, ലോകത്തിന്റെ കളങ്കമേക്കാതെ നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക. രണ്ട് കാര്യങ്ങളാണ് പറയുക. ഇത് ദൈവത്തിന് മുമ്പിൽ ഏറ്റവും സ്വീകാര്യമായ ഭക്തിയാണെന്നാണ്. നമ്മൾ എത്ര മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു അല്ലേ? എത്ര ധ്യാനങ്ങൾ കൂടി, എത്രയോ വചനങ്ങൾ കേട്ടു, എത്രയോ വചനങ്ങൾ മനസ്സിലാക്കി, വചനങ്ങൾ പ്രഘോഷിച്ചു. കർത്താവിൻ്റെ മുമ്പിൽ സ്വീകാര്യമാണ് ഇതെല്ലാം. എന്നാൽ ഈശോയ്ക്ക് കുറേയും കൂടി ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുക. ജീവിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? പ്രിയപ്പെട്ടവരുടെ, പ്രത്യേകിച്ച് സങ്കടപ്പെടുന്നവരുടെ, കണ്ണുനീര് അനുഭവിക്കുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുക. അത് നമുക്ക് പല രീതിയിൽ അത് ചെയ്യാം. ഒപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ലോകത്തിന്റെ കളങ്കമേശാതെ നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കുക. ഞാൻ കഴിഞ്ഞ മാസം ഇങ്ങനെ ഒരു സിസ്റ്റേഴ്സിന്റെ കമ്മ്യൂണിറ്റിക്ക് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ സ്നേഹത്തോടു കൂടി എന്നെ കാണാൻ വന്ന ഒരു വലിയ വ്യക്തിത്വം ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. കാരണം എനിക്ക് എപ്പോഴും ഭയങ്കര സന്തോഷം തോന്നി ഈ ഒരാളെ കാണുമ്പോൾ. നിങ്ങൾക്ക് നന്നായിട്ട് പരിചയമുള്ള ഒരാളാണ് നമ്മുടെ കോട്ടയം നവജീവനിലെ PU തോമസ് ചേട്ടൻ. ഒരു ജീവിക്കുന്ന വിശുദ്ധനാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതം അടുത്ത് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നവജീവനിൽ പോയിട്ടുണ്ടെങ്കിൽ, ഇല്ല അത്രയൊന്നും വേണ്ട, ഈ തോമസ് ചേട്ടനെ, PU തോമസ് ചേട്ടനെ ഒരു തവണയെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സകല സങ്കടങ്ങളും ഒരു മനുഷ്യനെ നോക്കിയാൽ അഴിഞ്ഞ് ഇല്ലാതായി പോവുമെങ്കിൽ ഇത് ആ ഒരു വ്യക്തിയാണ്. തോമസ് ചേട്ടനെ കണ്ടൊരു 10, 15, 20 മിനിറ്റോളം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കൊരു കുടയൊക്കെ സമ്മാനമായിട്ട് തന്നു. അച്ഛനത് കൈ പിടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് തന്നു. ഞങ്ങൾ ഒരുമിച്ച് കുറേ നേരം പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നോട് തോമസ് ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: നമ്മൾ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ഒത്തിരി പ്രസംഗിക്കാറില്ലേ? എന്നോടും പറഞ്ഞു, അച്ഛൻ ധ്യാനത്തിനൊക്കെ വരുന്ന ആൾക്കാരോട് പറയാറില്ലേ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇറങ്ങണമെന്ന്. എന്നിട്ട് തോമസ് ചേട്ടൻ പറഞ്ഞു, നല്ലൊരു പ്രേക്ഷിത പ്രവർത്തനം, ഏറ്റവും നല്ലൊരു പ്രേക്ഷിത പ്രവർത്തനം ഇതാണ്: മെഡിക്കൽ കോളേജുകളിലേക്ക് പോവുക, ആശുപത്രികളിലേക്ക് പോവുക, അനാഥാലയങ്ങളിലേക്ക് പോവുക. അവിടെ നിന്ന് കുറച്ച് നേരം അവരോട് സംസാരിക്കുക, അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുക, അവരെ ഒന്ന് കുളിപ്പിക്കുക, അവർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കുക, ഭക്ഷണം മേടിച്ചു കൊടുക്കുക. ഇതിലും വലിയൊരു പ്രേക്ഷിത പ്രവർത്തനം ഇല്ലെന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇത് കേൾക്കുന്നവർ വചനം കേൾക്കുക മാത്രമല്ല, വചനം ജീവിക്കുന്നവരും ആണെന്ന് അറിയാം. നമ്മുടെ ചുറ്റും എത്രയോ സങ്കടപ്പെടുന്നവരുണ്ട്, എത്രയോ വിഷമിക്കുന്നവരുണ്ട്. അവരുടെ കണ്ണുനീരൊപ്പാൻ വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഓഫ് കോഴ്സ് നമുക്ക് സങ്കടങ്ങളാണ്, കണ്ണുനീരുകളാണ്, വേദനകളാണ്. പക്ഷെ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഒരാളുടെയെങ്കിലും കണ്ണീരൊപ്പാൻ നമുക്ക് പറ്റിയെങ്കിൽ അതാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കോബ് ശ്ലീഹ പറഞ്ഞ കാര്യം ഓർത്തേക്കണം: ഈശോയുടെ മുമ്പിൽ ഏറ്റവും സ്വീകാര്യമായ ഭക്തി. അങ്ങനെ ചെയ്യുന്നവരെ ഈശോ തന്നെ ഇങ്ങനെ സംരക്ഷിക്കുന്നതുകൊണ്ട് ലോകത്തിൻ്റെ തിന്മ ഏശാതെ അവർ തങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കും. തോമസ് ചേട്ടനോട് ഞാനിങ്ങനെ സംഭാഷണത്തിനിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു, തോമസ് ചേട്ടൻ്റെ അടുത്തൊക്കെ ആളുകൾ ഇങ്ങനെ സങ്കടമായിട്ട്, പ്രത്യേകിച്ച് ഇങ്ങനെ നിരാശപ്പെട്ടു പോയ ആളുകളൊക്കെ വരാറുണ്ടല്ലോ. എൻ്റെ അടുത്തും വരാറുണ്ട്. ധ്യാനകേന്ദ്രത്തിൽ ആൾക്കാരിങ്ങനെ കാണാൻ വരാറുണ്ട്. വലിയ സങ്കടങ്ങളോടെ കടന്നു പോകുന്ന ആളുകളുണ്ട്, വലിയ നിരാശയോടെ പോകുന്നവരുണ്ട്. അവരോടൊക്കെ എന്നെ തോമസ് ചേട്ടൻ പറയുന്നത്, ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ ആളുകൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാൻ എനിക്കൊരു നല്ലൊരു പോയിന്റ് ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. തോമസ് ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം കേട്ട് ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറയുകയല്ല, കണ്ണ് തുറക്കുകയാണ് ചെയ്തത്. തോമസ് ചേട്ടൻ പറഞ്ഞ ഇതാണ്: അവരോട്, പ്രത്യേകിച്ച് നിരാശപ്പെട്ടു പോയവരോട് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. യുവജനങ്ങളുടെ ഇടയിലൊക്കെ ഒത്തിരി നിരാശ വരുന്നുണ്ട്, അവർ പെട്ടെന്ന് ഡൗൺ ആയി പോകാറുണ്ട്. അവരോട് പറയണം, ഇങ്ങനെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു അനാഥാലയത്തിൽ, ഒരു ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജിലൊക്കെ പോയി രോഗികൾക്ക് കൂട്ടിരിക്കുക, അവരെ നോക്കുക, അവരെ പരിചരിക്കുക. അവരെ നോക്കുമ്പോൾ തന്നെ, അവരെ പരിചരിക്കുമ്പോൾ തന്നെ നമ്മുടെ നിരാശ മുഴുവൻ അങ്ങ് പോവും. നമുക്ക് ജീവിക്കാൻ ഒരു പ്രചോദനം കിട്ടും. നമുക്ക് സമയം കളയാനില്ലെന്നും, നമുക്ക് ദൈവം തന്ന ആരോഗ്യവും സമയവും ഒന്നും വെറുതെ കളയാനില്ലെന്നും, നിരാശപ്പെട്ടിരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലെന്ന് അപ്പം മനസ്സിലാവുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ചിന്തിച്ച ഒരു കുഞ്ഞു കാര്യം, യാക്കോബ് 1:27 യഥാർത്ഥ ഭക്തി എന്താണെന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ളവർ, പ്രത്യേകിച്ച് വേദനിക്കുന്നവരുടെ കണ്ണുനീരൊപ്പുന്നതാണെന്നും തിന്മയിൽ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണെന്നും തിരിച്ചറിഞ്ഞ് നമുക്ക് ഇന്ന് ഒന്ന് പരിശ്രമിക്കും. ഇന്നും ഈ ഒരു ദിവസങ്ങളിലൊക്കെ നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രസൻസിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ആരുടെയെങ്കിലുമൊക്കെ കണ്ണുനീരൊപ്പാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കുകയും കൂടെ ചെയ്യണം. ഈശോ അതിന് സഹായിക്കും. നമ്മൾ ഒരാഴ്ചക്കാലം മുഴുവൻ കേട്ട വചനങ്ങൾ നമ്മളെ ശക്തിപ്പെടുത്തും. ഈ ഒരു വർഷം നിങ്ങൾ കൂടിയ ധ്യാനം നിങ്ങളെ ശക്തിപ്പെടുത്തും. ഏറ്റവും പ്രധാനമായിട്ട് അത് പ്രവൃത്തി ഫലത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ കാരണം ഒരാളുടെ കണ്ണുനീര് ഒപ്പാൻ കർത്താവ് നിങ്ങളുടെ കരങ്ങളെ ആയുധമാക്കി, ഉപകരണമാക്കി മാറ്റട്ടെ. അതിനൊരു മനസ്സ് തുറന്നു കിട്ടട്ടെ, അനുഗ്രഹം തുറന്നു കിട്ടട്ടെ. ഇപ്പം ചെയ്യുന്നവർ കൂടുതൽ സ്നേഹത്തോടെയും തീക്ഷ്ണതയോടെയും ചുറ്റുമുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.